പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, കേരളം വളരെയേറെ ആശങ്കയോടുകൂടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സാർവർക്കർ. വി.ഡി. സാർവർക്കറിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കടന്നുകയറ്റം എന്ന് വേണം ഈ നിമിഷത്തിൽ നമുക്ക് വിലയിരുത്താൻ. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെയോ വിദ്യാഭ്യാസ മന്ത്രിയുടെയോ അറിവോ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെയോ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിൽ കേരളത്തിൽ കൃത്യമായൊരു ഭരണം ഒളി അജണ്ടകളോടുകൂടെ സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ മൗനം, ഈ നിമിഷം വരെയുള്ള മൗനം വളരെയധികം ആശങ്കയിലാണ് കേരളം കാണുന്നത്. മറ്റൊന്ന്, കാസർഗോഡ് ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫ്രീഡം ക്വിസ് മഞ്ചേശ്വരം ഉൾപ്പെടെ നമ്മുടെ താലൂക്കിൽ ഉൾപ്പെടെ നൽകിയ ഫ്രീഡം ക്വിസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ വി.ഡി. സാർവർക്കറിനെ വെള്ള പൂശിക്കൊണ്ടുള്ള അതല്ലെങ്കിൽ മഹത്വവൽക്കരിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളും അതിനു അനുയോജ്യമായ രീതിയിലുള്ള ഉത്തരവും അദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുള്ളത് നമ്മുടെ മഞ്ചേശ്വരത്തിന്റെ MLA ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രതികരിക്കേണ്ട അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു മറുപടി പറഞ്ഞ് സൈലന്റ് ആവേണ്ട കാര്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവരെല്ലാവരും ഈ വിഷയത്തിൽ നടപടിയാണ് എടുക്കേണ്ടത്. നടപടിക്കാണ് കേരളം കാത്തുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ കേരളം ആശങ്കപ്പെട്ടതുപോലെ തന്നെ നിലവിൽ 2-3 MLA മാത്രമുള്ള BJP കൃത്യമായി സംസ്ഥാനം ഭരിക്കുന്നു എന്ന വിലയിരുത്തലിലേക്ക്, അവരുടെ തന്നെ അവകാശവാദത്തിലേക്ക് നമ്മളെല്ലാവരും അത് ശരിയാണ് എന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. അതായത് PM ശ്രീ വളരെയധികം ആശങ്കയോടുകൂടെ ജനങ്ങൾ കാണുന്ന ഒരു വിഷയമാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലയളവിൽ അതിലൊരു MOUക്ക് ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒരു ഫണ്ട് കിട്ടപ്പെടുന്നതിന്റെ പേരിൽ ഫണ്ട് സംസ്ഥാനത്തിന് ലഭിക്കുന്ന നമ്മുടെ ഔദാര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒപ്പുവെച്ച സാഹചര്യം ചർച്ച ചെയ്യപ്പെടുകയും ഘടകകക്ഷികൾ CPI തന്നെ വളരെ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയും LDF ചർച്ച ചെയ്ത് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്നതാണ് വാസ്തവം. നിലവിൽ ഇത്രയധികം ആശങ്കകൾ സമൂഹം ഉൾപ്പെടെ പരസ്യമാക്കിയിട്ടും എല്ലാവരുടെയും അതൃപ്തി പരസ്യമാക്കിയിട്ടും എല്ലാവരുടെയും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് മതസംഘടനകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പോലെയുള്ള ആധികാരിക സംഘടനകൾ, ഇതെല്ലാം വളരെയധികം ആശങ്കയോടുകൂടെ പ്രസ്തുത വിഷയത്തിൽ ലേഖനമെഴുതുകയും ആവശ്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടും പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഭരണപരിഷ്കാര തരത്തിലേക്ക് ഒരാളിനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ആ വിഷയത്തെ സൈലന്റ് ആക്കുക പ്രസ്ഥാനത്തെ എന്നുള്ള രീതിയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇതും വളരെ ആശങ്കയോടെ കാണുന്നത് എന്റെ മാത്രം ഒരു ആശങ്കയല്ല, നമ്മുടെ മാത്രം ഒരു ആശങ്കയല്ല. മുസ്ലിം ലീഗിന്റെ നമുക്കറിയുന്ന പ്രാദേശിക തലങ്ങളിലുള്ള ഒട്ടുമിക്ക ആളുകൾ, സംസ്ഥാനത്ത് മൊത്തവും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കിടയിൽ, നേതാക്കന്മാർക്കിടയിൽ വലിയ ഒരു അമർഷം ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ, ആധികാരിക പണ്ഡിത സഭകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആലിമ്യങ്ങൾക്കൊക്കെ ഈ വിഷയങ്ങളിൽ അതിൽ ബന്ധമുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരുമായിട്ടോ ഉമറാക്കളുമായിട്ടോ സംസാരിക്കുമ്പോൾ അവരുടെ അമർഷം, അവരെ ഈ ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരോടും ആളുകളോടും വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ എന്നൊരു അക്ഷരം മന്ത്രിമാരോ ഔദ്യോഗികമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ വരാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. വഖഫ് ബോർഡ് വിഷയത്തിൽ അതിലേറെ ആശങ്കാജനകമായ വിഷയം നിലവിലുണ്ട്. ഒരൊറ്റ മിനിറ്റ് മതി, 5 മിനിറ്റ് മതി ഈ വിഷയം പരിഹരിക്കാൻ എന്ന് പറഞ്ഞ മുനമ്പത്തെ ജനങ്ങൾ നടത്തിയ സമരപരിപാടിയിൽ പോയി പറഞ്ഞ ആള് വി.ഡി. സതീശൻ കേരളം ഭരിക്കുകയാണ്. ശ്രീ വി.ഡി. സതീശൻ അന്നവിടെ പറഞ്ഞത് മുനമ്പം വഖഫ് ഭൂമിയല്ല എന്നാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ലൈവ് ചെയ്തതാണ്. ഞാൻ കടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ വിമർശനങ്ങൾ, സ്വാഭാവികമായിട്ടും പരാമർശനങ്ങൾ ഉണ്ടാവും. സ്വാഗതം ചെയ്യുന്നു. നാമുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ നമ്മുടെ പ്രതികരണങ്ങൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ പ്രതികരണങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിപ്പിക്കപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് വേണ്ടിയും ഇനി വിമർശിക്കുന്നവർക്ക് വിമർശനത്തിന് വേണ്ടിയിട്ടും ആരോഗ്യകരമായ വിമർശനം നടത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ നമ്മെ തിരുത്തിപ്പിക്കാൻ അവർ തയ്യാറാകുന്നതിൽ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ലൈവ് ചെയ്യുന്നത്. ഇപ്പോ നിലവില് ബഹുമാന്യനായ ശംസുദ്ദീൻ മന്ത്രിയുടെ മൗനം വളരെയധികം ആശങ്കാജനകമാണ്.
നമ്മൾ പ്രസ്ഥാനം എന്ന നിലക്ക്, പാർട്ടി എന്ന നിലക്ക് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും അതുപോലെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയും വിദ്യാഭ്യാസ വകുപ്പിന് ആൾറെഡി പരാതി നൽകിയിട്ടുണ്ട്. DDEക്കും അതുപോലെ DEOക്കും അത് ഡിസ്ട്രിക്ട് കളക്ടറിനും ഒക്കെ ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് പ്രസ്ഥാനികമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഉത്തരവാദിത്വത്തോടുകൂടെ തന്നെ ഞാൻ നൽകിയിട്ടുണ്ട്. അതിന്റെ പകർപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാം. ഇപ്പോൾ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇന്നിപ്പോ കേരളത്തെ സംഘപരിവാർവൽക്കരിക്കപ്പെടുവാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥരാണ്, ആർക്കാണ്, എവിടെയാണ് തെറ്റുപറ്റിയത്, അഥവാ മനഃപൂർവ്വം ഇത് ചെയ്തതാണെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്, വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നത്? കാസർഗോഡ് വിദ്യാഭ്യാസ സ്ഥാപനം, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ചോദ്യാവലി, ഈ ക്വിസില് നൽകിയ ഈ ഏറ്റവും അബദ്ധജടിലമായ ഈ കാര്യങ്ങൾക്ക് എന്ത് നടപടിയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിക്കുന്നത്? ഇത് പൊതുജനത്തിന് അറിയേണ്ടതുണ്ട്. ഈ വിഷയത്തില് തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു നടപടി വളരെ അനിവാര്യമായിട്ടുണ്ടാകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനാധിപത്യത്തില്, മതേതരത്വ സംവിധാനങ്ങളില് ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾക്കറിയാം, VD സാവർക്കർ ഒരിക്കലും സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നില്ല. VD സാവർക്കറിനെയൊക്കെ പൂവിട്ട് പൂജിക്കുന്നത്, പൂജിച്ചിരുന്നത്, അങ്ങനെ ആഗ്രഹിച്ചിരുന്നത് നാഥുറാം വിനായക് ഗോഡ്സെയെ പോലെയുള്ള ആളുകളാണ്. നാഥുറാം വിനായക് ഗോഡ്സെ ഇന്ത്യ രാജ്യത്തിലെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യത്തെ ക്രിമിനലുകളിൽപ്പെട്ട ആളാണ്. അത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തലപ്പത്ത്, അതല്ലെങ്കിൽ ഇന്ത്യയുടെ പിതാവ് എന്നാണ്, രാഷ്ട്രപിതാവ്, അതിനേക്കാളും ഇന്ത്യയുടെ അപ്പൻ എന്ന് വിളിക്കാം, ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിക്കാം. നമുക്ക് രാഷ്ട്രപിതാവായ ബഹുമാന്യനായ ഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ. ആ വിനായക് ഗോഡ്സെ പൂയിട്ട് പൂജിക്കുന്നവർ ഒരിക്കലും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിലല്ല. സ്വാതന്ത്ര്യ കാലയളവിൽ ജയിലിലായപ്പോൾ മാപ്പ് എഴുതി കൊടുത്തുകൊണ്ട്, ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തുകൊണ്ട് പുറത്തു വന്ന ചരിത്രമാണ് സാവർക്കറിനുള്ളത് എന്ന് ചരിത്രമറിയുന്ന, വളച്ചൊടിക്കാതെ ചരിത്രം വായിക്കാനും വളച്ചൊടിക്കാതെ ചരിത്രങ്ങൾ നൽകിയ ഒരുപാട് ആളുകൾ, KN പണിക്കറിനെ പോലെയുള്ള ആളുകൾ എഴുതിയ പുസ്തകത്തിലൊക്കെ കാണാം. അങ്ങനെ കേരള മലയാളികൾക്ക് ഇത് സുപരിചിതമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ മന്ത്രിയുടെയൊക്കെ മൗനം, അതൊരു മൗനാനുവാദമാണ് സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾക്ക്. തീർച്ചയായിട്ടും നേരത്തെ PM ശ്രീ പോലെയുള്ള വിഷയങ്ങളിൽ പറഞ്ഞ അബദ്ധജടിലമായ കാര്യങ്ങൾ, സ്വന്തം പാർട്ടിയുടെ അണികളെപ്പോലും വെറുപ്പിക്കുന്ന രീതിയിൽ, പ്രസ്ഥാനത്തെയും സമുദായത്തെയും വെറുപ്പിക്കുന്ന രീതിയിൽ നൽകിയ മറുപടികൾ, മുമ്പുള്ളവർ ചെയ്തു, നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല, അവർ ചെയ്ത അത് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റാത്ത രീതിയിൽ അവർ ചെയ്തതിനെ നമ്മൾ അത് ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന് മറ്റൊരർത്ഥത്തിൽ, മറ്റൊരു വാചകം ഉപയോഗിച്ചുകൊണ്ടൊക്കെ പറഞ്ഞ മന്ത്രിമാരും ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഉണ്ട്. അത് ഒരു ജനാധിപത്യ സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട സമുദായത്തിനൊക്കെ നേതൃത്വം നൽകുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അത് ഒരിക്കലും ഭൂഷണമായ മറുപടിയല്ല. അത്തരം മറുപടികളിൽ ഒതുങ്ങരുത്. കൃത്യമായ നടപടി ഉണ്ടാകണം. പ്രതിഷേധാർഹമാണ്. ഇത് പ്രതിഷേധാർഹമാണ് എന്ന് പറയുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമം നടത്തിയതുകൊണ്ടാണ്. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് വിമർശനവും അതുപോലെ പരാമർശനങ്ങളും നടത്തപ്പെടുന്ന കാര്യങ്ങൾ, ആരോഗ്യകരമായ കാര്യങ്ങൾ ഏതെങ്കിലും പാർട്ടിയെയോ ഏതെങ്കിലും വ്യക്തികളെയോ അതല്ലെങ്കിൽ സംഘപരിവാറിനെയോ പ്രീണിപ്പിക്കുന്ന രീതിയിൽ, ആരെയാണെങ്കിലും പ്രീണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പഠനമല്ല, വിശാലമായ പഠന സംവിധാനങ്ങളാണ് നൽകേണ്ടത്. അത്തരം ചോദ്യാവലികളാണ് നൽകേണ്ടത്. ഇത് തീർത്തും സംഘപരിവാറുവൽക്കരിക്കപ്പെടുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഗുജറാത്തിൽ പോലും എടുത്ത് നൽകിയിട്ടില്ലാത്ത, തൊട്ടടുത്ത കർണാടകയിൽ പോലും നൽകിയിട്ടില്ലാത്ത ഒരു സംഭവമാണ് കേരള സർക്കാർ, കേരളം കോൺഗ്രസ് ഭരിക്കുമ്പോൾ നൽകിയിട്ടുള്ളത്. നമുക്കറിയും. ഇതോടൊപ്പം ഒരു കാര്യം ഞാൻ ചേർത്ത് പറയുകയാണ്. ആഗസ്റ്റ് 15-ന് മുഴുവനായിട്ടും വന്ദേ മാതരം ആലപിക്കണം എന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ്. ഇതും വളരെ ആശങ്കാജനകമാണ്. ഇതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിലും ശംസുദ്ദീന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകണം. ഈ UDF ഭരിക്കുന്ന സർക്കാരാണ്. കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിയുടെ നിലപാട് എന്നുള്ളത് മുഴുവനായിട്ടും ആലപിക്കേണ്ടതില്ല. നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് വന്ദേമാതരത്തിൽ ആലപിക്കേണ്ടത്. കേരളത്തിലെ നമുക്ക് ഭരണത്തിൽ കയറുന്ന സമയത്ത്, അധികാരത്തിൽ സർക്കാർ കയറുന്ന സമയത്തിൽ ഉണ്ടായിട്ടുള്ള മുഴുവനായിട്ടും ആലപിച്ച കാര്യം, അതും വളരെയധികം ആശങ്കയോടുകൂടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന
കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്ന് പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നറിയാതെ, കാരണം മുഴുവനായിട്ടും ഓരോ കാര്യങ്ങളിലും അടിവരയിട്ടുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അധികാരത്തിൽ കയറിയ പാർട്ടിയാണ്. മുനമ്പം വിഷയമാണെങ്കിലും, വഖഫ് വിഷയമാണെങ്കിലും, PM ശ്രീയുടെ വിഷയമാണെങ്കിലും, വന്ദേമാതരത്തിന്റെ വിഷയമാണെങ്കിലും, ചരിത്രം വളച്ചൊടിക്കുന്ന വിഷയമാണെങ്കിലും, ഇതൊക്കെ അറബിക്കടലിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് പറഞ്ഞവരാണ്. നമുക്ക് നെഹ്റുവിന്റെ ചരിത്രം വളച്ചൊടിച്ച് സാവർക്കറിനെ പിന്നെ പുണ്യവാനാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞവർ ഇന്ന് അധികാരത്തിലുള്ള സമയമാണ്. ഇങ്ങനെയെല്ലാം എല്ലാ അർത്ഥത്തിലും പരിപൂർണമായി ജനങ്ങളും ജൻസികളും ഒക്കെ വിശ്വസിച്ച് വോട്ട് നൽകി ജൻസികൾ അതിന്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട്, കാരണം കേരളം ഒരു മതേതര സംവിധാനത്തോടുകൂടെ നിൽക്കണം, വർഗീയവൽക്കരിക്കപ്പെടരുത്, ഇവർ പറയുന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് മനസ്സിലാക്കി വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങൾ ആശങ്കയോടുകൂടെ കാണുന്ന ആ പാർട്ടി ഭരണത്തിലേക്ക് കയറുന്ന സമയത്ത് പോലും ഈ വന്ദേമാതരം ആലപിച്ചു. ഇപ്പൊ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങിയിരിക്കുന്നു മുഴുവനായിട്ടും ആലപിക്കാൻ. അവരുടെ തന്നെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ദേശീയ കമ്മിറ്റി എവിടെയെങ്കിലും അത് ആലപിക്കേണ്ടതില്ല, അത് അതിന്റെ ഇന്ന ഭാഗങ്ങൾ മാത്രം, ഒരു മതപരമായ കാര്യങ്ങൾക്ക് വിഷയം വരുന്ന, പ്രശ്നങ്ങൾ വരുന്ന, ഏതെങ്കിലും മതത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഉള്ള ഭാഗങ്ങൾ അതെന്ത് ചെയ്യേണ്ടതില്ല, ആലപിക്കേണ്ടതില്ല എന്ന് വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ പോലും കോൺഗ്രസ് ദേശീയ കമ്മിറ്റി നിലപാടെടുത്തിരിക്കുന്ന ഒരു വിഷയമായിരിക്കുമ്പോൾ ഈ എല്ലാ വിഷയങ്ങളും കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇതിൽ ഒറ്റ വിഷയമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. സാവർക്കറിനെ മഹത്വവൽക്കരിക്കപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയിട്ട് നോക്കിയതാണ് ആഗസ്റ്റ് 15 മുമ്പ് നടക്കുന്ന ഈ ഫ്രീഡം ക്യൂസിൽ. ഇത് തുടർച്ചയായിട്ട് നടത്താനിരിക്കുന്ന സംഘപരിവാർ വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും, അത് ഒരുപക്ഷെ സാധിച്ചിട്ടില്ല എങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും അവരുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടാക്കി ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിച്ച് മതേതര കേരളത്തിന്റെ ആ പ്രതിച്ഛായ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.